രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഈ ഒരു ഉത്തരവ് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കരുതെന്ന ഉത്തരവ് വിവാദമായതിനു പിന്നാലെ മുഖ്യമന്ത്രി ഇടപെട്ടു. വളരെ നല്ല കാര്യം. പക്ഷേ ഈ ഒരു ഇടപെടലിൽ കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരുന്നത് ഇത് ഒരു വിവാദ പരാമർശമായതിന് പിന്നാലെ പറഞ്ഞത് ഇതൊരു വ്യാജ വാർത്തയാണ്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന തരത്തിലോട്ട് പോലും കാര്യങ്ങൾ മുന്നോട്ട് പോയി. കാരണം ഇത്തരം ഒരു ഉത്തരവ് വന്നു എന്നത് യഥാർത്ഥം അല്ലെങ്കിൽ വസ്തുതയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതൊരു വ്യാജ വാർത്ത എന്നുള്ള തലത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ഈ ഒരു സമയത്ത് പങ്കുവെക്കേണ്ടതിന് പകരം മറ്റു പലരും രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്ന ഇടത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതല്ലേ? കൃത്യമാണ് ദേവിക. കാരണം ഈ വിവാദ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനും ഇത്തരം ഒരു ഉത്തരവിറക്കിയത് സ്വന്തം നിലയ്ക്ക് മാത്രമാണെന്നതും ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ടായ വീഴ്ച, പ്രത്യേകിച്ച് ദുരന്ത മുന്നറിയിപ്പുകൾ സംസ്ഥാനം അവഗണിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വരുന്ന ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ടായ വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള ഒരു നീക്കമായി മാത്രമേ ഇതിനെ പൊതുസമൂഹം കാണുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ ശാസ്ത്ര സമൂഹത്തിനിടയിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. ഈ ദുരന്തത്തിന് കാരണമായ വിഷയങ്ങൾ, അതിലുണ്ടായ വീഴ്ചകൾ തുടങ്ങിയവയൊക്കെ മറച്ചുവെക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം മാത്രമാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഈ ഉത്തരവിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടതാണ്. ശാസ്ത്രജ്ഞന്മാർ അവർ നേരത്തെ നടത്തിയ പഠന റിപ്പോർട്ടുകൾ പോലും മാധ്യമങ്ങൾക്ക് നൽകരുതെന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശവും ആ ഉത്തരവിലുണ്ടായിരുന്നു. അതായത് നേരത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങൾക്കുള്ള സാധ്യത എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ, മുൻ റിപ്പോർട്ടുകൾ അത് പുറത്തുവിടുന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശം നൽകിയപ്പോൾ നേരത്തെ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ ആ കണ്ടെത്തലുകൾ കൂടി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതും പൊതുജനങ്ങൾ അറിയുന്നതും തടയാനുള്ള ഒരു ശ്രമമായി തന്നെ അതിനെ വ്യാഖ്യാനിക്കാം. നമ്മൾ ഈ ദുരന്ത മേഖലകളുടെയൊക്കെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കീഴിൽ വരുന്ന ഏജൻസികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നാറ്റ്പാക് പോലെയുള്ള ഏജൻസികൾ, കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം പോലെയുള്ള ഏജൻസികൾ, ഇവർക്കൊക്കെ ഇത്തരം മേഖലകളിൽ നിന്ന് നിരവധി വിവരങ്ങൾ ശേഖരിക്കാനും പഠന വിധേയമാക്കാനുമുണ്ട്. പ്രത്യേകിച്ച് നാറ്റ്പാക്കിനെ സംബന്ധിച്ചിടത്തോളം ദുരന്ത മേഖലകളിൽ ഇത്തരത്തിൽ റോഡുകൾ തകരുമ്പോഴുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തി തുടർ നിർമ്മാണങ്ങളിൽ, അതായത് പുതിയ റോഡുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഇൻപുട്ടുകൾ കിട്ടി പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ദുരന്ത സാധ്യതാ മേഖലകളിലുമൊക്കെ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കൃത്യമായ പഠനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണത്തിനൊക്കെ ഇത്തരം മേഖലകളിൽ നിന്നുള്ള പഠനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഏറെ സഹായകരമാവും. അതുപോലെ തന്നെയാണ് കാലാവസ്ഥാ പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഈ പറഞ്ഞ മുണ്ടക്കൈ, ചൂരൽമല മുകളിലുള്ള മേഖലകളിൽ വടക്കൻ കേരളത്തിൽ വളരെ പെട്ടെന്ന് കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളൊരു കാലാവസ്ഥാ വ്യതിയാനം അത് നമ്മൾ മറന്നു പോകരുത്. അത് കൃത്യമായി പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതിന് പോലും ആദ്യഘട്ട തെളിവുകളോ അല്ലെങ്കിൽ ആദ്യഘട്ട പഠനത്തിനോ തയ്യാറെടുക്കുന്ന ശാസ്ത്രജ്ഞരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നേരിട്ട് ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ ഇത്തരം വിലപ്പെട്ട തെളിവുകൾ, പഠനങ്ങൾ എന്നിവ തടയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സർക്കാരിനുണ്ടായ വീഴ്ചകൾ മറച്ചു പിടിക്കാനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ കേരളം മുഴുവൻ ഒരു ലഘു മേഘവിസ്ഫോടന മേഖലയായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പഠന കേന്ദ്രങ്ങൾ നടത്തുന്ന വിവിധ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാതെ ഇത്തരം വിഷയങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നില്ല, മാധ്യമങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില വകുപ്പുകൾക്കുള്ളിൽ ചില പൊടി പിടിച്ച ഫയലുകളിൽ ഉള്ളിൽ മാത്രമായി റിപ്പോർട്ടുകൾ ഒതുങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ കാര്യക്ഷമമായി പരിഗണിക്കപ്പെടാതെ കൃത്യമായ നടപടികൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും അവയ്ക്ക് കൃത്യമായ മുന്നൊരുക്കത്തിന് സർക്കാരിന് സാധിക്കാതെ പോകുന്നതും. ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയില്ല എന്ന രീതിയിലൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കിയത് കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാരാണ്. ആദ്യമായി ഘട്ടത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന രീതിയിലൊരു വിമർശനം ഉയർത്തുന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പാർലമെന്റിൽ അതിന് കൃത്യമായി മറുപടി നൽകുകയും നൽകിയിട്ടുള്ള അലർട്ടുകളെ പറ്റി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്ത് നിന്ന് അതിനൊരു രാഷ്ട്രീയ മറുപടി വരികയും അത് കൂടുതൽ രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മഴ മുന്നറിയിപ്പാണെങ്കിൽ ആ രീതിയിൽ, പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന റെഡ് അലർട്ട് വന്നില്ല അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്, മഴ ഇത്രമാത്രമാണ് പെയ്യുമായിരുന്നത്, അതിനപ്പുറത്തേക്ക് മഴ പെയ്തു എന്നുള്ളതൊക്കെയാണ്. പ്രകൃതിയുടെ കാര്യമാണ്. നൽകുന്ന അലർട്ടുകൾക്കനുസരിച്ച് ഏത് രീതിയിലുള്ള ജാഗ്രതാ സംവിധാനം സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ചോദ്യമായി വരുന്നത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ മേഖലയിലാണെങ്കിൽ തന്നെ ചൂരൽമലയിലാണ് കുറച്ച് പേരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഗൗരവകരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല
എന്നുള്ളതാണ്. ഈ അലർട്ടിനെ ഒരു സാധാരണ അലർട്ട് പോലെ കാണുകയും കുറച്ചാളുകൾ മാറ്റിപ്പാറ്റിപ്പിക്കുന്ന അപ്പുറത്തേക്ക് കാര്യക്ഷമമായി ആ മേഖലയിൽ നിന്നുള്ള മുഴുവൻ ജനങ്ങളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിലുണ്ടായ അല്ലെങ്കിൽ ഈ ദുരന്തം നേരിടുന്നതിലുണ്ടായ മുന്നൊരുക്കത്തിലുണ്ടായ പ്രധാന വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വീഴ്ചകളൊക്കെ മറച്ചു പിടിക്കാൻ കൂടി തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ഉത്തരവുണ്ടാകുന്നതും പിന്നീട് അത് വിവാദമാകുമ്പോൾ സർക്കാർ അത് പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. ദേവിക.